ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. എൻ്റെ അമ്മ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ്. ഏറ്റുമാനൂർ കോട്ടയം റൂട്ടിൽ മാതാ ഹോസ്പിറ്റലിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോഹം ചുരുങ്ങണ്ട, കാരണം ഇതൊരു കിടുക്കാച്ചി റെസ്റ്റോറൻറ്റാണ്. ചാണ്ടീസ് ഗ്രൂപ്പിൻ്റെ ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ കിടുക്കൻ ഐറ്റമാണ് കേട്ടോ ഉള്ളത്. ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോഴേക്ക് വെറൈറ്റി ഐറ്റംസ്. സാധാരണ നോൺ വെജ് റെസ്റ്റോറൻറ്റിലാണ് ഇതുപോലെയുള്ള ഐറ്റംസ് കാണുന്നത്. ഇവിടെ ഞാൻ കണ്ടു വെറൈറ്റി ഒരു സംഭവം, ചട്ടിച്ചോറും പിന്നെ ചൈനീസ് ബിരിയാണി. അന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ജനം കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഒരു സീറ്റ് പോലും ഞാൻ നോക്കിയപ്പോൾ ഇല്ല. എന്നാൽ പിന്നെ ഷെഫിനെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് കയറിയപ്പോഴേക്കത്തെ മീൽസൊക്കെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന മീൽസൊക്കെ ഞാൻ നല്ല സ്റ്റൈലായിട്ട് കാണും. നേരെ നോക്കുമ്പോൾ ഷെഫ് അവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുക, നല്ല കിടുക്കന് ദോശ ഇടുന്നു. അടുത്ത് ഞാൻ നോക്കിയപ്പോൾ അടുത്ത ഷെഫ് പൊറോട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു. ഈ പൊറോട്ട ഇടുന്നതൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. കണ്ടില്ലേ, ചെയ്യുന്നുണ്ടല്ലേ. പൊറോട്ടയിലേക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് പൊറോട്ട തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട ശേഷം നേരെ ഒരു ടേബിളിലേക്ക് ഇട്ടിട്ട് അടിച്ചങ്ങ് പതപ്പിക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ലെയറായിട്ടുള്ള പൊറോട്ട. അപ്പോഴൊക്കെ നമ്മുടെ ഷെഫ് നമ്മുടെ ചൈനീസ് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി വെക്കുന്നു. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ദം ചെയ്യുക. മാവൊക്കെ വെച്ച് അടച്ച് വെച്ച് അതിൻ്റെ അകത്തുനിന്ന് സ്റ്റീം കയറ്റി റൈസ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ ഷെഫ്. കണ്ടില്ലേ, കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അപ്പോഴൊക്കെ ആ റൈസ് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. എന്ന ശേഷം ഇവൻ റെഡി ആയി കഴിയുമ്പോൾ ദം ഒട്ടിക്കാൻ പോകും കേട്ടോ. ഇത് വലിയ സ്റ്റൈലുള്ള ദമ്മല്ല, ഇത് ഉരുളിക്കകത്ത് വെച്ച് ഒരു റൈസ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നൊരു മെത്തേഡാണ്. ഇങ്ങനെ മാറിയ ശേഷം ഇവനെ റൈസ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പം തന്നെ റൈസിൽ നിന്ന് വരുന്ന സ്മെല്ല് വേറെ ലെവലാണ് കേട്ടോ. അത് ബിരിയാണി മാറിയിരിക്കും, അതുപോലെ മണമാണ്. ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ റൈസ് റെഡിയായ ശേഷം അപ്പം നമ്മുടെ അംഗം അങ്ങ് തുടങ്ങും കേട്ടോ. ആദ്യം നമ്മളങ്ങ് തീ പിടിപ്പിക്കുന്നു, നേരെ കടായി എടുത്ത് വെക്കുന്നു, ശേഷം ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഒരു കറക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഇച്ചിരി ഇഞ്ചി എടുത്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കും. കൂടെ ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി പച്ചമുളക്, ഒരു എരിവൊക്കെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പച്ചമുളകും കൂടെ കീറി അതിലേക്കിട്ട് റോസ്റ്റ് ചെയ്ത്, എന്നിട്ട് സവോള ചെറുതായി അരിഞ്ഞത് അതിലിട്ട് മൊത്തത്തിലങ്ങ് ഉലർത്തിയെടുക്കുക. ഇതുപോലെ അങ്ങ് ഉലർത്തുക. അപ്പോൾ ലൈറ്റ് കളറായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു ഇച്ചിരി ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ചില്ലി പേസ്റ്റ് ഇടുന്നു. അതിനുശേഷം ചില്ലി സോസ്, കണ്ടില്ലേ, ചില്ലി സോസ് ഇട്ട ശേഷം ഇച്ചിരി ഗ്രീൻ ചില്ലി സോസ്. അതിനുശേഷം കുറച്ച് അവനൊന്ന് ലൈറ്റായിട്ട് കുക്കായി വരുമ്പോൾ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് നമ്മൾ ചെറുതായി ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ക്യാപ്സിക്കവും അതിലിട്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഫ്രൈ ചെയ്ത മഷ്റൂം പിന്നെ പനീരും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു. ഇതുപോലെ. ഇതിൻ്റെ ഫുള്ളൊന്നും ഇല്ല കേട്ടോ, ഒരു ലെവലിലുള്ളൊരു സെറ്റപ്പ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ വൈറ്റ് പെപ്പറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇച്ചിരി ഗ്രേവി വേണം, ലൈറ്റ് ഗ്രേവി വേണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു സെമി തിക്ക് ഗ്രേവിയിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നു. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, വേറെ ലെവലായി സാധനം. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്കൊരു കൊതി വരുന്നില്ലേ. എന്നിട്ട് ഇതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് നമ്മളങ്ങ് മാറ്റി വെക്കാൻ പോകും കേട്ടോ. കുറച്ചെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ദം ചെയ്ത് റൈസ് എടുത്ത് ഇതുപോലെ ഒരു മറിക്കും. എന്നിട്ട് സ്ലോ മോഷനിൽ ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. ബിരിയാണി മിക്സ് ചെയ്യുന്ന പോലെ അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് കുറച്ച് റോസ് വാട്ടറും ഇച്ചിരി ബിരിയാണി എസൻസും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു സീക്രട്ടാണ്, എന്നാലും ഞാനങ്ങ് പറഞ്ഞു തരുക. ഇതുപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് നേരെ ഒരു കടായി എടുക്കുന്നു. അതിലേക്ക് ലൈറ്റായിട്ട് ഇതുപോലെ റൈസ് ഇടുന്നു. എന്നിട്ട് ആ സോസ് മിക്സ് ചെയ്ത സാധനം എല്ലാം കൂടെ അതിലേക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ സ്നേഹത്തോടെ വാരി വിതറുന്നു. എന്നിട്ട് നമ്മുടെ ബിരിയാണി റൈസും കൂടെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ ഇട്ട ശേഷം അതിൻ്റെ മുഖത്തേക്ക് ഒരു ഇച്ചിരി ഗാർണിഷായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ അരിഞ്ഞ സ്പ്രിംഗ് ഓണിയനും കൂടെ വാരിങ്ങ് വിതറുന്നു. എന്നിട്ട് ഒരു പ്ലേറ്റിൽ ഇച്ചിരി ചില്ലി വിനീഗർ, ഇച്ചിരി
ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഒരു പിക്കിള്, ഡേറ്റ്സ് പിക്കിൾ കേട്ടോ. ഇത്രയും വെച്ച ശേഷം നമ്മുടെ ചൈനീസ് ബിരിയാണി ഇതുപോലെ സെറ്റ് ചെയ്തങ്ങ് വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് നേരെ നമ്മൾ ചങ്ങാതിയും കൂട്ടി അങ്ങ് ഇരിക്കുക. അപ്പോൾ ചങ്ങാതിയും കൂട്ടി ഇരിക്കുമ്പോഴേക്ക് ആദ്യം എനിക്ക് കിട്ടിയത് ചട്ടിച്ചോറ്. എനിക്കിഷ്ടം ചട്ടിച്ചോറാണ്. ഇതേ കണ്ടില്ലേ? ചട്ടിക്കകത്ത് ചോറൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ സൈഡായിട്ട് ചെറിയ ചെറിയ കറികളും അതുപോലെ ഗ്രേവികൾ കട്ടോരിക്കകത്തും. കൂടെ ഇരിക്കുന്ന ചങ്ങാതിക്ക് നമ്മുടെ ചൈനീസ് ബിരിയാണികൾ കൊടുത്തു. എന്നിട്ടൊരു ഡ്രിങ്കും, സ്പെഷ്യൽ ഡ്രിങ്ക് കേട്ടോ, ഇതും കൂടെ വെച്ച് സെറ്റായി വെച്ചു. അതിനുശേഷം നമ്മുടെ ചങ്ങാതിക്ക് അതങ്ങ് വിളമ്പി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു സർവീസിലൊരു ലേഡിയാണ് വിളമ്പി കൊടുക്കുന്നത്. പുള്ളിക്കാരി നല്ല സ്നേഹത്തോടെ അതങ്ങ് വിളമ്പിയും കൊടുത്തു. അപ്പോൾ ചങ്ങാതി അതങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂണിലെടുത്ത് നിങ്ങളെല്ലാം ഒന്ന് കൊതിപ്പിക്കുക കേട്ടോ. ഇവനാണ് ചൈനീസ് ബിരിയാണി. കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? ആ സമയത്ത് നമ്മളിതേ ചട്ടിക്കകത്ത് കിടക്കുന്ന ചോറിലേക്ക് ഇച്ചിരി സാമ്പാർ എടുത്ത് അവനെ അങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യതേ. സൈഡിലുള്ള കറിയൊക്കെ ഇട്ട് സൈഡായിട്ട് ചൂട് ചോറ് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ വായിക്കകത്ത് ഒരു കൂടം വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി മോര് കാച്ചിയും കൂടെ ഇട്ട ശേഷം ഇവനെ ഇതുപോലെ ഇന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പിടുത്തം അങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവലാണ് കേട്ടോ. നിങ്ങൾ നോൺ വെജ് ചട്ടി ബിരിയാണി ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് വെജ് ചട്ടി ബിരിയാണി കഴിക്കണം. നേരെ എൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിലേക്ക് ഓടി വാ. നമ്മുടെ ഏറ്റുമാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെവലുള്ള ഐറ്റംസ്, അത് വെറൈറ്റി ഐറ്റംസ് കേട്ടോ, അവനൊരു പിടുത്തം പിടിക്കണം. അപ്പം ഇനി ഇതുപോലെയുള്ള കിടുക്കാച്ചി ചാനലുകൾ കാണാൻ വേണ്ടി നമ്മുടെ നേരെ ചാനലിലേക്ക് വാ. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് പേരാണ് എൻ്റെ അമ്മ വെജ് റെസ്റ്റോറൻറ്റ്. ഏറ്റുമാനൂരാണ്, മാതാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ ഇവിടെ കയറാനും സ്പെഷ്യൽ കഴിക്കാനും മറക്കരുത് ചങ്ങാതിമാരെ.